ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും മോഡൽ സൗമ്യയും ചോദ്യം ചെയ്യലിന് ഹാജരായി. ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ഹാജരായി. ചോദ്യം ചെയ്യൽ തസ്ലീമയുമായുള്ള സാമ്പത്തിക ഇടപാടിൽ വ്യക്തത വരുത്താൻ ഒന്നും മിണ്ടാതെ ഷൈൻ അന്വേഷണ സംഘത്തോട് പ്രതികരിച്ചോളാമെന്ന് ശ്രീനാഥ് ഭാസി. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് എത്തിച്ചയാളെ കണ്ടെത്താൻ നീക്കം. സംവിധായകരെ വിശദമായി ചോദ്യം ചെയ്യും. സമീർ താഹിറിനെയും വിളിപ്പിക്കും. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ സുരക്ഷാ സേന കണ്ടെത്തിയെന്ന് സൂചന. 4 തവണ സൈന്യം ഭീകരർക്കരികിലെത്തി. ഭീകരും സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടലുണ്ടായെന്നും വിവരം. നിയന്ത്രണ രേഖയിൽ പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ. അതിർത്തിയിൽ സൈന്യത്തിന്റെ വെടിവെപ്പ്. പഞ്ചാബ് അതിർത്തിയിൽ പിടികൂടിയ ജവാനെ വിട്ടു നൽകിയില്ല. പാകിസ്ഥാനെ ചൈന പിന്തുണച്ചതിൽ ഇന്ത്യക്ക് കടുത്ത അതൃപ്തി. തുഷാര കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. ഭർത്താവ് ചന്തുലാലും അമ്മ ലാലിയും പ്രതികൾ. 2 കുഞ്ഞുങ്ങളുടെ അമ്മയെ കൊന്നത് പട്ടിണിക്കിട്ട്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കെ.എം. എബ്രഹാമിനെതിരായ CBI കേസ് ഇന്ന് കോടതിയിൽ. തിരുവനന്തപുരം കോടതി പരിഗണിക്കുന്നത് അഴിമതി നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസ്. OTT പ്ലാറ്റ്ഫോമുകളിലെ അശ്ലീല വീഡിയോകൾക്ക് വിലക്ക് വീഴുമോ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ. ദേശീയ ഉള്ളടക്ക നിയന്ത്രണ അതോറിറ്റി രൂപീകരിക്കണമെന്നും ആവശ്യം. പാലക്കാട്ട് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കാളിയുടെ സംസ്കാരം ഇന്ന്. ഗുരുതരമായി പരിക്കേറ്റ കാളി ചികിത്സയിലിരിക്കെ മരിച്ചത് ഇന്നലെ. വയനാട്ടിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത.